രാഷ്ട്രീയത്തിലെ നിരവധി പ്രമുഖരാണ് ആകാശയാത്രയ്ക്കിടെ അപ്രതീക്ഷിതമായി വിട പറഞ്ഞത്. ബാരാമതിയിൽ വിമാനം തകർന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ വിടവാങ്ങുമ്പോൾ ഇന്ത്യയിലെ വലിയ നേതാക്കളുടെ ജീവൻ കവർന്ന പഴയ വിമാനാപകടങ്ങളുടെ കറുത്ത ഓർമ്മകൾ വീണ്ടും ചർച്ചയാവുകയാണ്. സഞ്ജയ് ഗാന്ധി മുതൽ അജിത് പവാർ വരെ നീളുന്നതാണ് ആ പട്ടിക. 28-ാം തീയതി രാവിലെ മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ പോകവെയായിരുന്നു അപകടം. ലാൻഡിങ്ങിനിടെ വിമാനം തകരുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. അജിത് പവാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചതായാണ് വിവരം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കരുത്തനായ നേതാവ് വിട പറയുമ്പോൾ വിമാന അപകടങ്ങൾ കവർന്നെടുത്ത പഴയ നേതാക്കൾ വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയായി രാജ്യം കണ്ടിരുന്ന സഞ്ജയ് ഗാന്ധി 1980 ജൂൺ 23-ന് അപ്രതീക്ഷിതമായാണ് വിമാന അപകടത്തിൽ മരണപ്പെട്ടത്. ഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപം വെച്ച് അദ്ദേഹം ഓടിച്ചിരുന്ന വിമാനം തകർന്നു വീഴുകയായിരുന്നു. 2001-ൽ ഉത്തർപ്രദേശിലെ മെയിൻപുരിയിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് മാധവറാവു സിന്ധ്യ കൊല്ലപ്പെട്ടത്. ആന്ധ്രാപ്രദേശിനെ നടുക്കിയ ദുരന്തമായിരുന്നു 2009-ൽ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടേത്. നല്ലമല കാടുകളിൽ തകർന്നു വീണ ഹെലികോപ്റ്ററിനായി നടത്തിയ തിരച്ചിലിൽ 24 മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെടുക്കാനായത്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഖണ്ഡുവും 2011 ഏപ്രിൽ തവാങ്ങിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് കൊല്ലപ്പെടുന്നത്. ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കണ്ടെത്തിയത്. ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗിയും ആകാശയാത്രയ്ക്കിടെ വിട പറഞ്ഞു. ഇന്ത്യയുടെ പ്രഥമ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തും ഭാര്യയും മറ്റ് സൈനിക ഉദ്യോഗസ്ഥരും തമിഴ്നാട്ടിലെ കുനൂരിൽ വെച്ചുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് വീരമൃത്യു വരിച്ചത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ വിയോഗത്തോടെ ഈ ഗണത്തിലേക്ക് ഒരു പേരുകൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഏറെ പുരോഗമിച്ചിട്ടും പ്രമുഖ നേതാക്കളുടെ വിമാനങ്ങൾ പോലും അപകടത്തിൽപ്പെടുന്നത് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യൂ.